വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനം ഞാനിവിടെ ഒരു 300 ഗ്രാം ബീഫ് എടുത്ത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുവാണേ. അതിലേക്ക് ബാക്കി ചേരുവകൾ ഒരു നല്ല വലിയ സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ആയാലും മതി കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി. ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ, തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ഞാൻ 2 പൊട്ടറ്റോ ഇതുപോലെ നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചേക്കുവാണേ. നല്ലപോലെ പൊടിച്ച് നമുക്ക് എടുക്കണേ. പിന്നെ ഒരു മുട്ട, പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇടാനായിട്ടാണ് ഈ കോൺഫ്ലോർ ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ വേണം. അത് ഞാൻ ആ കുക്ക് ചെയ്യുന്ന ടൈമിൽ കാണിച്ചു തരാവേ. നമ്മൾ ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് ഇവിടെ 3 പച്ചമുളക് എടുത്തത്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ 2 പച്ചമുളക് ഇട്ടാൽ മതി. പക്ഷെ കട്ട്ലറ്റിനൊക്കെ ഒരു സ്വല്പം എരിവ് ഉള്ളതാണ് ടേസ്റ്റ് കേട്ടോ. എരിവ് കുറച്ചിടുമ്പോൾ അത്രയും ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ബീഫ് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറില്ലേ, അതിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്ക് എങ്ങനെയാ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, സവോള, പച്ചമുളക് ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്വല്പം ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടുകയും ചെയ്യും. ഇനി ഒരു 4-5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 മിനിറ്റ് ഇത് വഴറ്റിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് വഴറ്റരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി സിമ്മിലേക്ക് ഒന്ന് ആക്കിയേക്കണേ. പൊടി ഇട്ട് കഴിയുമ്പോൾ സിമ്മിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണേ. ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇത്രയും ചെറുതായിട്ട് അരിയാവോ അതുപോലെ അരിയണേ. ഇപ്പം ഞാൻ സ്വല്പം വലുതായോ എന്നൊരു തോന്നലുണ്ട് എനിക്ക്. ശരിക്കും ഇതൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിരുന്നത് നമ്മുടെ അമ്മമാരല്ലേ. അമ്മമാരാകുമ്പോൾ കൈ എരിയുന്നതോ അല്ലെങ്കിൽ അങ്ങനൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. അത് അടിപൊളിയായിട്ട് അരിഞ്ഞു തരും. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. വേണേ സെപ്പറേറ്റ് അത് കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ എന്ത് ചെയ്തെന്നറിയോ, ബീഫ് നമ്മൾ വേവിക്കാൻ വെക്കത്തില്ലേ ഉപ്പിട്ട്, അപ്പം അതിലേക്ക് തന്നെ ഒരു 2 പൊട്ടറ്റോ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ കൂടെ അങ്ങ് ഇട്ടേക്കും. അത് ഞാൻ മുറിക്കത്തില്ല, ആ മുഴുവനെ തന്നെ ഇടും. അതിൽ പിന്നെ മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് അതങ്ങ് വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോവേ. മുറിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ആ ബീഫ് വേവുന്ന പോലെ ആ കൂട്ടത്തിൽ കിടന്ന് അതും കൂടെ അങ്ങ് വെന്തോളും. ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ആ ബീഫും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു സ്പൂൺ അങ്ങ് എടുക്കുക കേട്ടോ. ചിലർ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചെറുതായിട്ട് ചേർക്കും, പക്ഷേ എനിക്കിഷ്ടമല്ല അങ്ങനെ മഞ്ഞൾപ്പൊടി ഈ കട്ട്ലേറ്റിനകത്ത് ചേർക്കുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യും കേട്ടോ. എന്നിട്ട് തന്നെ ഈ പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ ഒടിയും. അല്ലെങ്കിൽ ഈ സ്പൂൺ വെച്ച് ഇപ്പം എന്താ ഇതുപോലെ ഒന്ന് ആക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ചിലത് ഇച്ചിരി കണ്ടോ ഇതുപോലെ പീസായിട്ട് കിടക്കും. അപ്പം ഈ സ്പൂൺ ഇട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മതി, അതങ്ങ് നന്നായിട്ട് സ്മാഷായി വരും. പിന്നെ ഉപ്പ്, എരിവ് ഒക്കെ നോക്കിക്കോണം ഈ സമയമേ. നമുക്ക് ഇച്ചിരിയും കൂടെ എരിവും ഉപ്പും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് ഇടാം, ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇടാം. അപ്പം നമുക്ക് ആ ഒരു ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാവേ. കുറച്ചുകൂടെ കുരുമുളക് ഇടാം കേട്ടോ, കാരണം ഇച്ചിരി എരിവ് ഉള്ളതാണ് എപ്പോഴും നല്ല. 1 ടീസ്പൂൺ കൂടെ ഞാൻ കുരുമുളക് ഇടുക കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട് എരിവ് കുറഞ്ഞു പോയി. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ നോക്കിക്കോണേ. 2 മിനിറ്റ് ഇങ്ങനെ നമ്മളൊന്ന് വഴറ്റുമ്പോഴത്തേന് ആ ബീഫിനകത്ത് ഉള്ള കുറച്ചൊരു വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും മാറി നല്ല സെറ്റായിട്ട് വരും. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അത് വേവിക്കുമ്പോൾ എന്തായാലും കുറച്ചൊരു വെള്ളമയമൊക്കെ ഉണ്ടല്ലോ. ഉപ്പ് ശരിക്കും ശ്രദ്ധിച്ചോണം, ഉപ്പ് കൂടിപ്പോകരുത്. അപ്പം ഇനി നമുക്ക് സ്വല്പം കറിവേപ്പില ഇവിടെ ക്ഷാമമാണ്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് തന്ന കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ. ഇവിടെ എനിക്ക് കറിവേപ്പിലയൊന്നും ഇല്ല. ഫ്രിഡ്ജിൽ ഇരുന്ന കാരണം വാടിയും പോയി കേട്ടോ. നിങ്ങൾ ഫ്രഷ് കിട്ടുവാണേ ഉറപ്പായിട്ട് ഫ്രഷ് ഇടണേ. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവേ. അന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റ് ഒക്കെ എപ്പോഴും നമ്മൾ ആ ഒരു ചൂടോടെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അന്നേരം ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ആ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ 1 മുട്ട എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആ കോൺഫ്ലോർ ഉണ്ടല്ലോ, സ്വല്പം കോൺഫ്ലോർ ഞാൻ
ഈ മുട്ടയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുവേ. പിന്നെ ഒരു സ്വല്പ കുരുമുളക് പൊടി ഞാൻ ഈ ബ്രെഡ് ക്രംസ് ഇല്ലേ അതിനകത്തോടെ ഇട്ട് കൊടുക്കുവേ. അപ്പോൾ അതിൻ്റെ ആ ഒരു പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നന്നായിട്ട് വരും. പിന്നെ കുറച്ച് കോൺഫ്ലോർ ഞാൻ ഇതിനകത്തും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ കട്ട്ലേറ്റ്. അതിന് വേണ്ടിയായി കോൺഫ്ലോർ ചേർക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ പെപ്പറും കോൺഫ്ലോറും എല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് ആയി കിട്ടണം. ആ ബ്രെഡിൻ്റെ സൈഡില്ലേ ആ മുരിഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാമെങ്കിൽ നല്ല വെള്ള കളർ കിട്ടുവേ. മൊരിഞ്ഞ ഭാഗം കൂടെ ഉണ്ടെങ്കിൽ ഇതിന് വേറൊരു കളറായി പോകും. അതുകൊണ്ടേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളേ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ചിലർ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കത്തുള്ളൂ. ഞാൻ പക്ഷേ ഇതിൻ്റെ ആ ഒരു മഞ്ഞയും കൂടെ ചേർത്ത് അങ്ങ് എടുക്കും. കോൺഫ്ലോർ ഇതിനകത്ത് ഒന്ന് മെൽറ്റായി വരാൻ ഇച്ചിരി സമയം എടുക്കും. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. റെഡിയായേ. നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുവേ. ഈ സമയത്ത് ഉപ്പോ എരിവോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളേ. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കട്ട്ലേറ്റും ഉണ്ടാക്കാം കേട്ടോ. ബീഫിൻ്റെ അതേപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഷേപ്പാക്കി എടുക്കാവേ. ഒരു ഷേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് ചെയ്യുവാണേ. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇതുപോലെ അങ്ങ് ആക്കി ഒരു ബോക്സിനകത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. നമുക്ക് എപ്പോഴും ആവശ്യമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നല്ലൊരു ബോക്സിനകത്താക്കി അങ്ങനെയാണെങ്കിലും വെക്കാം. ഇത് സമയത്തിന് നമുക്ക് എഗ്ഗും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ചൂടോടെ വറുത്ത് ഉപയോഗിക്കാവേ. ഇത് വൈകിട്ടത്തെ ചായയുടെയൊക്കെ കൂടെ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചായയുടെ കൂടെ കട്ട്ലേറ്റ് കഴിക്കാൻ. കട്ട്ലേറ്റിൻ്റെ കൂടെ കുറച്ചൊരു ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പം ചോറ് അതിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇത് ഒരെണ്ണം കഴിക്കാറുണ്ടല്ലോ. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നെങ്കിൽ ചെറിയതായിട്ടൊരു സാലഡ് ഉണ്ടാക്കിയിട്ട് വിനിഗറൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേണേലും നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇതെല്ലാം ഈ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കട്ടെ. ഞാൻ ഈ കട്ട്ലേറ്റ് എല്ലാം ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ളത് അന്നേരം എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഈ മുട്ടയിലോട്ട് ഇങ്ങനെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ നന്നായിട്ട് നമ്മളിതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റി വെച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ളത് അന്നേരം എടുത്താൽ മതി. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ആവശ്യത്തിന് ഇങ്ങനെ ചെയ്തെടുക്കാവേ. എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. നമ്മൾ ആ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ അന്നേരത്തെ ആവശ്യത്തിന് മാത്രം കട്ട്ലേറ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ 3 കട്ട്ലേറ്റാണ് ഇതിട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ ചെറിയ കടായിലൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ അധികം എണ്ണ നമുക്ക് വേസ്റ്റ് ആകത്തില്ല. ആ ചെറിയ കടായിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അന്നേരം വറുത്തെടുത്താൽ മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആവശ്യത്തിന് ആ സമയത്ത് വറുത്തെടുത്താൽ മതി. നമ്മൾ ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കണ്ട. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണേ. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമേ ആകാവുള്ളേ. എന്നാലേ ആകമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണ്ടേ. നമ്മൾ കാര്യം ഇറച്ചിയൊക്കെ കുക്ക് ചെയ്തെടുത്തേക്ക് എന്നാലും ഇതൊന്ന് ഫ്രൈ ആയി വരണമല്ലോ. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമുക്ക് പിന്നെ അത് വല്ലാണ്ട് പുറം അങ്ങ് പെട്ടെന്ന് കരിഞ്ഞും പോവും. ആകെ ഒട്ടും കുക്കാകുകയില്ല കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇടുക. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ ഒരു 1 കിലോ ബീഫൊക്കെ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഗസ്റ്റൊക്കെ വരികയോ അല്ലെ നമ്മുടെ പിള്ളേർക്ക് ഒരു 4 മണിക്ക് സ്നാക്കായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒന്ന് ഉണ്ടാക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ഒരു സൈഡല്ലേ വല്ലാതെ മൂത്ത് പോയാലേ ശരിയാകത്തില്ല. ഒരുപാട് കരിയാനൊന്നും പാടില്ലേ. നമ്മളത് ശ്രദ്ധിച്ച് നിന്നാൽ മതി. ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ കട്ട്ലേറ്റ് ഒക്കെ. ഇപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ അതിനകത്ത് മീറ്റ് വളരെ കുറവായിരിക്കും. എന്താ പറയുക, പൊട്ടറ്റോ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കൂടി നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒരു സുഖമാകത്തില്ല കേട്ടോ. സമയം ഇങ്ങനെ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മെനക്കെട്ടാൽ മതി വീട്ടിൽ. അപ്പം നല്ല അടിപൊളി കട്ട്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കട്ട്ലേറ്റ് ഇടാൻ കേട്ടോ. ഇപ്പോൾ പെട്ടെന്നായി നമ്മുടെ കട്ട്ലേറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി. നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് ആ ചൂടോടെ ഉണ്ടാക്കി കഴിക്കണേ. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ 4 മണിക്കൊക്കെ കുട്ടികൾക്കോ വലിയവർക്കോ എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. അത് ആ ഒരു ചായയുടെ കൂടി ഇത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും രാവിലെ അപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കിത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്